Dear children, in the last class we have discussed the different modes of travel. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ദ മോഡ്സ് ഓഫ് ട്രാവൽ ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം ഡിഫറെൻറ്റ് വേ ഓഫ് ട്രാവലിംഗ്, വ്യത്യസ്ത രീതിയിലുള്ള ട്രാവലിങ് അതെങ്ങനെയാണ് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത്, അത് എത്രമാത്രം ജനങ്ങൾ നമുക്ക് എൻജോയബിൾ ആവാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. നൗ വി വിൽ ലുക്ക് എ ന്യൂ ചാപ്റ്റർ. The Trip of Lehola is a travel essay by Guy de Maupassant. അപ്പോൾ ആ ട്രാവൽ എസ്സേയിലേക്ക് നോക്കാം, എന്തൊക്കെയാണ് ട്രാവൽ എസ്സേയിൽ പറയുന്നത് കേട്ടോ. Now look at the textbook. The Trip of Lehola is the title of our story written by Guy de Maupassant. Guy de Maupassantൻ്റെ ട്രിപ്പ് ഓഫ് ലെഹോള എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി written in the style of a journal by French writer Guy de Maupassant. Guy de Maupassant എഴുതിയിരിക്കുന്ന ഒരു ഫ്രഞ്ച് റൈറ്റർ ആയ Guy de Maupassant എഴുതിയിരിക്കുന്ന ഒരു ജേണലാണ്. ജേണലിൻ്റെ രൂപത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഇത്. ദിസ് സ്റ്റോറി അപ്പിയർഡ് ഇൻ ഫഗാറോ ഓൺ ജൂലൈ 16, 1887. അപ്പോൾ ഈ സ്റ്റോറി ആദ്യമായിട്ട് വന്നത് ഏതിലായിരുന്നു? ഫിഗാറോ എന്ന് പറയുന്ന ഒരു ജേണലിലാണ് അണ്ടർ ദ ടൈറ്റിൽ. അന്ന് അതിൻ്റെ ടൈറ്റിൽ ഫ്രം പാരീസ് ടു ഹീസ്റ്റ് എന്നായിരുന്നു, പാരീസിൽ നിന്നും ഹീസ്റ്റിലേക്ക് എന്ന്. അപ്പോൾ ഇവിടെ എന്തിനെക്കുറിച്ചാണ് അത് പറയുന്നത്? ഹൗ ഇൻട്രസ്റ്റിംഗ് ഡസ് ദ എർത്ത് വെൻ ലുക്ക് വെൻ വ്യൂഡ് ഫ്രം ഡിഫറെൻറ്റ് ആംഗിൾ ഫ്രം ഫാർ എവേ. എന്താ പറയുന്നത്? ഒരു വ്യത്യസ്ത കോണിൽ നിന്നും ഭൂമിയെ വിദൂര ദൃശ്യം ആസ്വദിക്കുന്നു. ഭൂമിയുടെ ഒരു വിദൂര ദൃശ്യം വ്യത്യസ്ത കോണിൽ നിന്നും ആസ്വദിക്കുന്നത് എത്ര മനോഹരമായിരിക്കും. അപ്പോൾ ഇവിടെ let us read the Trip of Lehola, which chronicle a manuscript chronicles Maupassant's ride in a balloon called Lehola. എന്താ പറയുന്നത്? ലെഹോർല എന്ന ബലൂണിൽ മോപ്പസാങ് നടത്തിയ യാത്ര വിവരിക്കുന്ന ദ ട്രിപ്പ് ഓഫ് ലെഹോർല എന്ന പാഠഭാഗമാണിത്. അപ്പോൾ ട്രിപ്പ് ഓഫ് ലെഹോർല എന്ന് പറഞ്ഞത് ഇസ് എ ത്രില്ലിംഗ് ആൻഡ് എക്സൈറ്റിംഗ് സ്റ്റോറിയാണ് ഓഫ് എൻ അഡ്വഞ്ചറസ് ബലൂൺ ജേണി. അപ്പോൾ ലെഹോർല ഇസ് എ നെയിം ഓഫ് ബലൂൺ. ഇന്നത്തെ മനസ്സിലാക്കുക, ലെഹോർല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെയിം ഓഫ് എ ബലൂൺ ഫ്രം ബെൽജിയം. ബെൽജിയത്തിൽ നിന്നാണ് അവർ ബലൂൺ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എപ്പോഴൊക്കെയാണ് നോക്കാം, എപ്പോഴാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവരെന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോയത്, ആരൊക്കെയാണ് ഗൈ ഡെ മൗപസാങ്ങിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, പിന്നെ എന്നിട്ട് എന്തൊക്കെ കാഴ്ചകളാണ് അവർക്ക് കാണാൻ സാധിച്ചത് എന്നൊക്കെ നോക്കാം. ഓക്കെ, ലുക്ക് അറ്റ് ദ ടെക്സ്റ്റ് ബുക്ക്, ലുക്ക് അറ്റ് ദ ഫസ്റ്റ് പാരഗ്രാഫ്. എങ്ങനെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓൺ ദ മോർണിംഗ് ഓഫ് ജൂലൈ 8, ജൂലൈ 8 ഒരു പ്രഭാതം, ഐ റിസീവ്ഡ് ദ ഫോളോയിങ് ടെലഗ്രാം. ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് ശരിക്കും? ഐ എന്ന് പറഞ്ഞാൽ ദ ഗൈ ഡെ മൗപസാങ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗൈ ഡെ മൗപസാങ് ഈസ് ദ നറേറ്റർ ഓഫ് ദ സ്റ്റോറി. ഈ സ്റ്റോറിയിലെ നറേറ്റർ ആരാണ്? കഥ പറയുന്ന ആളാരാണ്? ഗൈ ഡെ മൗപസാങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ടെലഗ്രാമിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നത്? ഫൈൻ ഡേ. എന്താ ഫൈൻ ഡേ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഗുഡ് ഡേ, നല്ലൊരു ദിവസം അല്ലേ. ഓൾവേസ് മൈ പ്രെഡിക്ഷൻസ്, എൻ്റെ പ്രവചനങ്ങൾ എന്നത്തെയും പോലെ തന്നെയാണ്. കാരണം ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ബെൽജിയൻ ഫ്രോണ്ടിയർ, ഇപ്പോൾ ഇത് എഴുതുന്നത് ബെൽജിയം രാജ്യാതിർത്തിയിൽ നിന്നാണ് ഞാൻ ടെലഗ്രാം അയക്കുന്നത്. ബാഗേജ് ആൻഡ് സെർവൻസ് ലീവ് അറ്റ് നൂൺ അറ്റ് ദ സോഷ്യൽ സെഷൻ. പിന്നെന്താണ്? സൗഹൃദ സമ്മേളനത്തിനും സാധനങ്ങളും ജോലിക്കാരും ഉച്ചയ്ക്ക് തിരിക്കും. ബാഗേജ് എന്ന് പറഞ്ഞാൽ ലഗേജാണ്. അതിൻ്റെ സെർവൻസ് അവിടെയുള്ള ജോലിക്കാരും പിന്നെ ഉച്ചയാകുമ്പോഴേക്കും തന്നെ ആ സൗഹൃദ സമ്മേളനത്തിന് തിരിക്കും. ബിഗിനിങ് ഓഫ് മാനുവേഴ്സ് അറ്റ് 3. അപ്പോൾ പ്രകടനങ്ങൾ 3 മണിക്ക് ആരംഭിക്കും. സോ ഐ വിൽ വെയിറ്റ് ഫോർ യു അറ്റ് ദ വർക്ക് ഫ്രം 5 o'clock ഓൺ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ 5 മണി മുതൽ ഞാൻ നിന്നെ പണിസ്ഥലത്ത് കാത്തിരിക്കും. ആരാത് അയക്കുന്നത്? ജോവിസാണ് അയക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ സെൻറ്റൻസ് ടു ടെലഗ്രാം? ഈ ടെലഗ്രാമിൻ്റെ സെൻറ്റൻസുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഫൈൻ മോർണിംഗ് സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല അവിടെ. അതുപോലെ തന്നെ ബഗേജ് ഇവിടെ ഓൾവേസ് മൈ പ്രഡിക്ഷൻസ് അവിടെ ഇൻകംപ്ലീറ്റ്. അപ്പോൾ ടെലഗ്രാം എഴുതുമ്പോൾ എപ്പോഴും സെൻറ്റൻസ് കംപ്ലീറ്റ് ആവണമെന്നില്ല. സൂചനകൾ മാത്രം കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ടെലഗ്രാം വായിക്കാനുള്ള അതിൻ്റെ ഓർഡർ കറക്റ്റ് ആവും. കൂടാതെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഇതിനകത്ത് നോക്കുകയില്ല. അറ്റ് 5 o'clock ഷാർപ്പ്. ഇനി സമയം 5 മണിയായി. അയാൾ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ സമയം 5 മണിയാണല്ലോ. ഐ എൻറ്റഡ് ദ ഗ്യാസ് വർക്ക് ഓഫ് ലാബിലിറ്റി. അയാൾ ആ ഗ്യാസ് വർക്ക്, ലാബിലിറ്റി എന്ന് പറയുന്ന ഗ്യാസ് വർക്കിലേക്ക്, ലാബിലിറ്റിയിലെ ഗ്യാസ് വർക്കിൽ ഞാൻ എത്തി എന്നാണ് പറയുന്നത്. The balloon is laying in the courtyard and has the appearance of cake made of cloth. ഇനി വാട്ട് ഡസ് ദ ഓതർ കമ്പയർ ദ ബലൂൺ ടു? ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. ദ ക്വസ്റ്റ്യൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കണം. ബലൂൺ, മഞ്ഞ, ശരിക്കും ഇവിടെ ബലൂൺ കിടക്കുന്നുണ്ട്. കോട്ടയാട് മുറ്റത്ത് തന്നെ കിടക്കുകയാണ്.
ആൻഡ് ഹാസ് ദ അപ്പിയറൻസ് ഓഫ്, അതിൻ്റെ ആ ബലൂണിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ്? കേക്ക് മെയ്ഡ് ഓഫ് യെല്ലോ ക്ലോത്ത് ആണ്. മഞ്ഞ തുണി കൊണ്ടുണ്ടാക്കിയ കേക്ക് പോലെയാണ് ബലൂണ് ആ അങ്കണത്തിൽ മുറ്റത്ത് കിടക്കുന്നത് അല്ലേ. ഫ്ലാറ്റ് ഓൺ ദ ഗ്രൗണ്ട് റോപ്പ്, കൂടാതെ ഒരു കയറിനടിയിൽ അത് താഴെ പരന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ എന്തുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് ബലൂണിനെ? കേക്ക് മെയ്ഡ് ഓഫ് യെല്ലോ ക്ലോത്ത്, ഒരു മഞ്ഞ തുണി കൊണ്ടുണ്ടാക്കിയ കേക്ക് പോലെയാണ് ഇതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത 200 or 300 പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ്. 200-300 ആൾക്കാർ അതിനെ നോക്കി നിൽക്കുന്നുണ്ട്. ചിലർ സിറ്റിംഗ് ആണ്, ചിലർ സ്റ്റാൻഡിങ് ആണ്. ആൻഡ് സം എക്സാമിനിങ് ദ ബാസ്ക്കറ്റ്, ചിലർ കൊട്ടകം ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട്. എ നൈസ് ലിറ്റിൽ സ്ക്വയർ ബാസ്ക്കറ്റ്, ഇനി ആ കൊട്ടയുടെ പ്രത്യേകത നല്ല ഭംഗിയുള്ള ഒരു ചതുരാകൃതിയിലുള്ള ഒരു നല്ല കൊട്ട, ചെറിയൊരു കൊട്ടയാണ്. കൂടാതെ ഫോർ ഹ്യൂമൻ കാർഗോ, അതായത് മനുഷ്യനെ കയറ്റുന്ന ഒരു ചെറിയ സമചതുരാകൃതിയിലുള്ള ഒരു കൊട്ട. ബിയറിംഗ് ഓൺ ഇറ്റ് സൈഡ് ഇൻ ഗോൾഡൻ ലെറ്റേഴ്സ്, ബിയർ മീൻസ് റൈറ്റിംഗ്, അതിൻ്റെ ഒരു സൈഡിൽ സ്വർണ്ണ ലെറ്റർ കൊണ്ട് എഴുതിയിട്ടുണ്ട്. അവിടെ മഹാഗണി പ്ലേറ്റ്, ഒരു മഹാഗണി പ്ലേറ്റിൽ എന്താ എഴുതിയിരിക്കുന്നത്? ദ വേർഡ് ലേഹോർല എന്നുള്ള സംഭവം അവിടെ. സഡൻലി ദ പീപ്പിൾ ബിഗിൻ ടു സ്റ്റാൻഡ് ബാക്ക്, പെട്ടെന്ന് ജനങ്ങളൊക്കെ ബാക്കിലേക്ക് മാറി. കാരണം എന്താണ്? ദ ഗ്യാസ് ഈസ് ബിഗിനിങ് ടു എൻ്റർ ഇൻ ടു ദ ബലൂൺ, ആ ഗ്യാസ് ബലൂണിലേക്ക് ഇങ്ങനെ കടക്കാൻ തുടങ്ങിയിരുന്നു. ത്രൂ എ ലോങ് ട്യൂബ് ഓഫ് യെല്ലോ ക്ലോത്ത്, ഇതിലൂടെ കിടക്കുന്നത് ഒരു വലിയ നീണ്ട ഒരു മഞ്ഞ ട്യൂബിലൂടെയാണ് കിടക്കുന്നത്. വിച്ച് ലൈസ് ഓൺ ദ സോയിൽ, അത് മണ്ണിലിങ്ങനെ കിടക്കുകയായിരുന്നു. സ്വെല്ലിങ് ആൻഡ് അണ്ടുലേറ്റിംഗ് ലൈക്ക് ആൻ എനോമസ് വേം, ഏതുപോലെ കിടക്കുന്നത്? ശരിക്ക് ഒരു പുഴുവിനെ പോലെയാണ് കിടന്നിരുന്നത്. ഒരു വലിയ പുഴുവിനെ പോലെ അത് വീർക്കുവാനും അനങ്ങുവാനും തുടങ്ങി. അണ്ടുലേറ്റ് മീൻസ് അനങ്ങുക, സൊള്ളിങ് എന്ന് പറഞ്ഞാൽ വീർക്കുക, അങ്ങനെ വീർക്കുവാനും അനങ്ങുവാനും തുടങ്ങി. ഏതുപോലെ? എനോമസ് വേം, ഒരു വലിയ പുഴുവിനെ പോലെ കേട്ടോ. ബട്ട് അനദർ തോട്ട്, അപ്പോൾ ആ സമയത്ത് പക്ഷേ വേറൊരു ചിന്ത, അനദർ പിക്ചർ ഒക്കേഴ്സ് ടു എവരി മൈൻഡ്, ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്കും വേറൊരു ചിന്തയാണ് വന്നത്. ഇറ്റ് ഈസ് ദിസ് ദാറ്റ് നേച്ചർ ഇറ്റ് സെൽഫ് നറിഷസ് ബീയിങ് അൺടിൽ ദെയർ ബർത്ത്. എന്തായിരുന്നു ആ ചിന്ത? മറ്റൊരു ചിന്ത എല്ലാവരിലേക്കും വന്നത്, ഇങ്ങനെയാണ് പ്രകൃതി അതിൻ്റെ ഫുഡ് നറിഷ് ചെയ്യുന്നത്, അതായത് ഫുഡ് കൊടുക്കുന്നത് എന്നാണ്. പ്രകൃതി അതിൻ്റെ മക്കൾക്ക് ഫുഡ് കൊടുക്കുന്നത് എന്നുള്ള ചിന്ത ഇതുവരെ ബീയിങ് അൺടിൽ ദെയർ ബർത്ത്, ജനിക്കുന്നവരുടെ ജനനം വരെ ശരിക്കും അങ്ങനെയാണ് പ്രകൃതി അതിൻ്റെ മക്കൾക്ക് ഫുഡ് കൊടുക്കുന്നത് എന്നായിരുന്നുള്ള ചിന്തയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ദ അതർ തോട്ട് ദാറ്റ് ഓക്കേഴ്സ് എവരി മൈൻഡ് ഈസ് എ ബേബി ഇൻ ദ വോം that is nourished through and the umbilical cord until its birth. ജന്മം എടുക്കുന്നത് വരെ പൊക്കിൾ കൊടിയിലൂടെയാണ്, അതിലൂടെയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ഗർഭാശയത്തിൽ കിടക്കുന്ന ഓരോ കുഞ്ഞിൻ്റെയും ഭക്ഷണം അവരുടെ പൊക്കിൾ കൊടിയിലൂടെയാണ്. ആ പൊക്കിൾ കൊടിയാണ് ഈ ലോങ് ട്യൂബുമായിട്ട് ഇയാൾ ഉപമിക്കുന്നത്. കാരണം അതിലൂടെയാണല്ലോ അതിനുള്ള ഭക്ഷണം കൊടുക്കുന്നത്. ആ എയർ അല്ലെങ്കിൽ ഗ്യാസ് അതിലൂടെ നിറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ വീർക്കാൻ തുടങ്ങി എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ പറയുന്നത്. ദെൻ ദ ക്രീച്ചേഴ്സ് ദാറ്റ് വിൽ റൈസ്, അങ്ങനെ ആ ക്രീച്ചർ എന്ന് പറഞ്ഞ വസ്തുക്കളുടെ സോൺ ബിഗിൻ ടു മൂവ്, പെട്ടെന്ന് വലുതായി തുടങ്ങി ആ ബലൂണ്. ആൻഡ് ബിഗിൻ ടു മൂവ്, പെട്ടെന്ന് അനങ്ങാൻ തുടങ്ങി. ആൻഡ് ദ അറ്റൻഡൻസ് ഓഫ് ക്യാപ്റ്റൻ ജോവിസ്, അപ്പോൾ ഇതൊക്കെ ആ ക്യാപ്റ്റൻ ജോവിസിൻ്റെ ശ്രദ്ധ ബിഗിൻസ് എന്തായിരുന്നു? ആസ് ലേഹോർലയിൽ തന്നെയായിരുന്നു. ഗ്രോസ് ലാർജ്, അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് സ്പ്രെഡ് പുട്ട് ഇൻ ടു പ്ലേസ് ദ നെറ്റ് വിച്ച് കവേഴ്സ് ഇറ്റ്, അതുപോലെ തന്നെ ഓരോ ഭാഗത്തേക്കും അതിൻ്റെ ഗ്യാസ് ഇങ്ങനെ വലിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ജോവിസ് സഹായിക്കുന്നുണ്ട്. ആ സഹായികൾ അവിടെ നിന്നുകൊണ്ട് തന്നെ വല ശരിയാക്കാനും തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായും തുല്യമായും വായു നിറയുവാൻ വല സഹായിക്കും. അതാണ് വിൽ ബി സോ ദാറ്റ് ദ പ്രഷർ വിൽ ബി റെഗുലർ ആൻഡ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എവരി പോയിൻ്റ്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യണം? അതിൻ്റെ ഗ്യാസ് ഒരേപോലെ തന്നെ എത്തണം. അപ്പോൾ അതിന് വേണ്ടി അവർ നെറ്റൊക്കെ ഇങ്ങനെ റെഡിയാക്കാണ്. ദ ക്രൗഡ് ഹാസ് ബിഗൺ ടു ടോക്ക്, അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് സം മെൻ, ചില ആൾക്കാർ പറഞ്ഞു, ഹു അപ്പിയർ ടു ബി സ്പെഷ്യലിസ്റ്റ്, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങളൊക്കെ എത്ര തവണ ഇതിനകത്ത് പോയിട്ടുള്ളതാണെന്നുള്ളവർക്ക് വളരെ എക്സ്പേർട്ടോട് കൂടിയാണ് അവർ സംസാരിക്കുന്നത്. വളരെ വിദഗ്ധരെ പോലെ തന്നെ അവർ സംസാരിക്കുന്നുണ്ട്. അഫേം വിത്ത് അതോറിറ്റി ദാറ്റ് വി ഷാൾ കം ഡൗൺ ബിഫോർ റീച്ചിങ്, അവരെന്താ പറയുന്നത്? ഇവരൊന്നും അത്ര ദൂരത്തൊന്നും നിൽക്കുന്നുണ്ടാവില്ല, കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ തന്നെ അവർ താഴത്തേക്ക് ഇറങ്ങി വരുന്നതാണ് പറഞ്ഞത്. റീച്ചിങ് ഫോർട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ സെവറൽ അതർ തിങ്സ് ഹാവ് ബീൻ ക്രിറ്റിസൈഡ്, ചില ആൾക്കാരാണെങ്കിൽ ഇതിനെ വിമർശിക്കുന്നുണ്ട്. ഇൻ ദിസ് നോവൽ ടൈപ്പ് ഓഫ് ബലൂൺ, ഈ ഒരു പ്രത്യേക ടൈപ്പുള്ള ബലൂണിനെ, ഈ പുതിയ രീതിയിലുള്ള ബലൂണിനെ കുറിച്ച് ധാരാളം വിമർശകരും അതിനകത്ത് ഉണ്ടായിരുന്നു. ഒരു സംഭവം തുടങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരുപാട് കുറ്റം പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ വിമർശിച്ചുകൊണ്ടും ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഇവിടെ ഇത് വിച്ച് വാർ അബൌട്ട് ടു എക്സ്പെരിമെൻറ്റ് with so much pleasure and success. Meanwhile the balloon is growing slowly but surely. പക്ഷേ ഇവിടെ വളരെ സന്തോഷത്തോടെയും വിജയപ്രതീക്ഷയോടുമാണ് ഞങ്ങളിത് പരീക്ഷിക്കുന്നത്. ബലൂൺ സാവധാനത്തിൽ
ക്രമമായി വലുതാവാൻ തുടങ്ങി. മറ്റുള്ളവരെന്തോട് പറഞ്ഞോട്ടെ, പക്ഷെ അതൊന്നും ഞങ്ങൾ വകവെച്ചില്ല. ഞങ്ങൾ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടു കൂടി തന്നെ ഞങ്ങളുടെ പരീക്ഷണം ആരംഭിക്കുകയാണ്. വൈൽ ക്യാപ്റ്റൻ ജോവിസ് ആൻഡ് ഹിസ് അസിസ്റ്റൻ്റ് ആർ ബിസി. അപ്പോൾ ആ സമയത്ത് ക്യാപ്റ്റൻ ജോവിസും അവരുടെ സഹായികളും ബിസി ആയിരുന്നു. ദെൻ ലാസ്റ്റ് ഡീറ്റെയിൽ ദി ട്രാവലേഴ്സ് ഗോ ഡൈൻ. ആ സമയത്ത് ഇതിൻ്റെ അവസാന തയ്യാറെടുപ്പിൻ്റെ ഒരു തിരക്കിലായിരുന്നു. പതിവ് പോലെ തന്നെ യാത്രക്കാർ ഗ്യാസ് വർക്കിലെ ഭക്ഷണശാലയിൽ പോകുന്നു. അവസാന തയ്യാറെടുപ്പ് അതാണ്. യാത്രക്കാരെല്ലാവരും ആ ഗ്യാസ് വർക്കിലെ തന്നെ ഭക്ഷണശാലയിൽ പോവുക. ആൻഡ് അക്കോർഡിംഗ് ടു ദ എസ്റ്റാബ്ലിഷ്ഡ് കസ്റ്റം, അതാണ് ഇവിടുത്തെ പതിവ് രീതി. കാരണം എന്തെങ്കിലും ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവസാനം കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു. അതാണ് ക്വസ്റ്റ്യൻ എസ്റ്റാബ്ലിഷ് ദ കസ്റ്റം മെൻഷൻഡ് ഹിയർ. അത് ഡൈനിങ്ങിന് പോവുക എന്നുള്ളത് തന്നെ കേട്ടോ. പിന്നെ ആറ്റിറ്റ്യൂഡ് ഓഫ് സ്പെക്ടേറ്റേഴ്സ് മനസ്സിലായില്ലേ? അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ ചില ആൾക്കാർ അതിനെ വിമർശിക്കുന്നുണ്ട്, ചില ആൾക്കാർ അതിനെ ഒരു എക്സ്പേർട്ടൈസുകളെ പോലെ സംസാരിക്കുന്നുണ്ട്. ഇനി വെൻ വി കെയിം ഔട്ട് അഗെയിൻ, ഞങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദ ബലൂൺ ഈസ് സ്വയിങ് എനോർമസ് ആൻഡ് ട്രാൻസ്പെറൻറ്റ്. ബലൂൺ എന്തായിരുന്നു? എനോർമസ് ആയിരുന്നു, അതായത് നന്നായിട്ട് വലുതാവുന്നുണ്ടായിരുന്നു, അതിൻ്റെ സുതാര്യവുമായിരുന്നു, ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് സ്വയിങ് എന്ന് പറഞ്ഞാൽ ആടുക. എ പ്രൊഡ്യൂജിയസ് ഗോൾഡൻ ഫ്രൂട്ട്, ഇതുപോലെയായിരുന്നു, നല്ല പഴുത്ത് തുടുത്ത് പാകമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗോൾഡൻ സ്വർണ്ണ ഫ്രൂട്ട് പോലെയായിരുന്നു. എ ഫെൻറ്റാസ്റ്റിക് പിയർ, അതാണ് നല്ല ആകർഷണീയമായിട്ടൊരു പിയർ ഫ്രൂട്ട് പോലെ. വിച്ച് സ്റ്റീൽ റൈപ്പനിങ്, നല്ല പഴുത്ത് പാകമായി നിൽക്കുകയാണ്. കവേർഡ് ബൈ ദ ലാസ്റ്റ് റേസ് ഓഫ് ദ സെറ്റിംഗ് സൺ. എന്തുകൊണ്ടാണ് പഴുത്തിരിക്കുന്നത്? സൂര്യൻ അസ്തമിക്കാറായിട്ടുള്ള ആ ഒരു രശ്മി കാരണം, മഞ്ഞ കളറിലാണല്ലോ തുണിയുള്ളത്, ബലൂണുള്ളത്. ആ ബലൂണിലേക്ക് അതിൻ്റെ റേസ്, അതിൻ്റെ കിരണങ്ങളിൽ തട്ടുമ്പോൾ നല്ല തിളങ്ങുന്നുണ്ടായിരുന്നു. നൗ ദ ബാസ്ക്കറ്റ് ഈസ് അറ്റാച്ച്ഡ്, ബാസ്ക്കറ്റും അതിനോട് ഘടിപ്പിച്ച് കഴിഞ്ഞു. അതിൻ്റെ എന്തൊക്കെയാണ് അവർ സാധനങ്ങൾ കൊണ്ടുവന്ന്? ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ആർ ദ ട്രാവലേഴ്സ് കൈം ഔട്ട് വാട്ട് ദേ സീ. അവർ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് കാണാൻ സാധിച്ചത്? അപ്പോൾ സോയിങ് ആൻഡ് എനോർമസ് ബലൂണാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബലൂണാണ് അവർക്ക് കാണാൻ സാധിച്ചത് അല്ലേ. അപ്പോൾ എന്തായാലും പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ് അവർ അതിനകത്തേക്ക് എടുത്ത് വയ്ക്കപ്പെട്ടത് എന്ന് നോക്കാം. എന്തൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത്? ബാരോമീറ്റേഴ്സ് ആർ ബ്രോട്ട്, ഒരു ബാരോമീറ്റർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈറൺ ഉണ്ട്. പിന്നെ അവർ ഹാർട്ട് കണ്ടൻറ്റ് അടക്കുന്ന ഒരു സംഭവം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രൂ ട്രംപറ്റ് ഉണ്ട്, രണ്ട് കുഴലുകളുണ്ട്, ഈറ്റബിൾസ് തിന്നാനുള്ള വസ്തുക്കളുണ്ട്, ഓവർ കോട്ടുണ്ട്, റെയിൻ കോട്ടുണ്ട്, ആൻഡ് സ്മോൾ ആർട്ടിക്കിൾസ് ദാറ്റ് ക്യാൻ ഗോ വിത്ത് മെൻ ഇൻ ദ ഫ്ലൈം ബാസ്ക്കറ്റ്. ആ ബാസ്ക്കറ്റിലേക്ക് പറക്കുന്ന കൊട്ടയിൽ പോകാൻ പറ്റുന്ന സാധനങ്ങൾ മുഴുവനും അവർ, ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ അവരെടുത്തിട്ടുണ്ട്. ക്യാപ്റ്റൻ ജോയിസ് ഈസ് നൗ റെഡി. ഇപ്പോൾ ക്യാപ്റ്റൻ ജോയിസ് റെഡിയായി. ആൻഡ് കോൾ ഓൾ ദ പാസഞ്ചേഴ്സ്, ബാക്കിയുള്ള പാസഞ്ചേഴ്സിനെയും കൂടി വിളിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് ബാക്കിയുള്ള പാസഞ്ചേഴ്സ് നോക്കാം കേട്ടോ. എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാസഞ്ചേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുക. ഫസ്റ്റ് ലെഫ്റ്റനൻറ്റ് മാലറ്റ് ആണ്, സ്പെല്ലിങ് നേരെ നോക്കുക. ലെഫ്റ്റനൻറ്റ് എന്നങ്ങനെ എഴുതുക. ലെഫ്റ്റനൻറ്റ് മാലറ്റ് ജംപ്സ് എബോർഡ്, ആദ്യം അദ്ദേഹം കയറി ക്ലൈംബിങ് ദ ഫസ്റ്റ് ഓൺ ദ ഏരിയലിൻ്റെ. അപ്പോൾ ആദ്യം വാഹനത്തിൽ കയറിയത് ആരാണ്? ലെഫ്റ്റനൻറ്റ് മാലറ്റാണ്. അദ്ദേഹമാണ് ബിറ്റ്വീൻ ദ ബാസ്ക്കറ്റ് ആൻഡ് ബലൂൺ, ആ കയറിയിരുന്ന ബാസ്ക്കറ്റിൻ്റെയും ബലൂണിൻ്റെയും ഇടയിൽ അദ്ദേഹം ഇരുന്നു. കാരണം ഫ്രം വിച്ച് ഹി വിൽ വാച്ച് ഡ്യൂറിങ് ദ നൈറ്റ്, അദ്ദേഹത്തിന് രാത്രിയാണല്ലോ യാത്ര, പുറത്തേക്ക് നിരീക്ഷിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ലാഹോളുടെ മൂവ്മെൻറ്റ്, ആകാശത്തിലൂടെ പോകുന്ന ലാഹോളുടെ മൂവ്മെൻറ്റ് നിരീക്ഷിക്കുന്ന വ്യക്തിയാണ് ആര്? ലെഫ്റ്റനൻറ്റ് മാലറ്റ്. ആസ് ദ ഓഫീസർ ഓൺ വാച്ച് സ്റ്റാൻഡിങ് ഓൺ ദി സ്റ്റാർ ബോർഡ് വിച്ച് ദ കോഴ്സ് ഓഫ് ഷിപ്പ്. അപ്പോൾ ഈ ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ലേഹോളയാണ്. അപ്പോൾ ലേഹോളയുടെ ഗതി മനസ്സിലാക്കാനും അതിനെ നിരീക്ഷിക്കാനും വേണ്ടി നിയോഗിക്കപ്പെട്ട ഓഫീസറാണ് ലെഫ്റ്റനൻറ്റ് മാലറ്റ്. ഇനി അതാണ് ക്വസ്റ്റ്യൻ എടുത്തത് കേട്ടോ. ഈസ് ദ പോസ്റ്റ് ആസ് ദ വാച്ച് എന്നുള്ളത്. രണ്ടാമത്തത് മിസ്റ്റർ എറ്ററിയൻ ബിയറാണ്. അദ്ദേഹം അതിനുശേഷം കയറി. പിന്നെ അതിനുശേഷം കയറുന്നത് ആരാണ്? ദെൻ കം ടു മിസ്റ്റർ പോൾ ബസന്ത് കയറി, ആൻഡ് മിസ്റ്റർ പാട്രിസ് ഐറിസ് കയറി, ആൻഡ് ഐ ഗെറ്റ് അറ്റ് ലാസ്റ്റ്, ഞാനാണ് അവസാനം കയറിയത് എന്ന് പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ ആരാ? ഗൈഡി മൊപ്പസാങ്. ബട്ട് ദ ബാസ്ക്കറ്റ് ഈസ് ടു ഹെവി ഫോർ ബലൂൺ. പക്ഷേ ബാസ്ക്കറ്റ് നല്ല ഭാരം ഉണ്ടായിരുന്നു ബലൂണിന്. കാരണം കൺസിഡർ ദ ലോങ് ട്രിപ്പ് ടു ബി ടേക്കൺ, ഒരു വലിയൊരു ലോങ് ട്രിപ്പാണ് അവർ പോകാൻ നിൽക്കുന്നത്. ആൻഡ് മിസ്റ്റർ ഐറിസ് ഹാസ് ടു ഗെറ്റ് ഔട്ട്, അതുകൊണ്ട് തന്നെ മിസ്റ്റർ ഐറിസിനെ ഗെറ്റ് ഔട്ട് അടിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ബലൂൺ ഈസ് ടു ഹെവി ഫോർ, അല്ലേ, ബാസ്ക്കറ്റ് ഈസ് ടു ഹെവി, അത് കാരണം, ബലൂണല്ല, ബാസ്ക്കറ്റ് ഈസ് ടു ഹെവി വിത്തൗട്ട് ഗ്രേറ്റ് റിഗ്രറ്റ്. അപ്പോൾ നോട്ട് വിത്തൗട്ട് റിഗ്രറ്റ്. അപ്പോൾ അയാൾ പുറത്താക്കപ്പെട്ടപ്പോൾ സന്തോഷം ഉണ്ടാവുമോ ദുഃഖം ഉണ്ടാവുമോ? റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ വിഷമമാണ്. അപ്പോൾ വിഷമം ഇല്ലാതിരുന്നില്ല എന്നാണ് പറഞ്ഞത്. വിഷമം ഇല്ലാതിരുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല സങ്കടം ഉണ്ടായി. കാരണം ഒരു അഡ്വഞ്ചറസ് ജേണിക്ക് തയ്യാറെടുത്തതാണ്. അങ്ങനത്തെ ഒരു സമയത്ത് അവസാന നിമിഷത്തിൽ കയറി കഴിഞ്ഞിട്ട് നിനക്ക് സീറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അങ്ങനെ ഒരു വിഷമം അദ്ദേഹത്തിന് തോന്നി. അതാണ് അവിടെ ക്വസ്റ്റ്യൻ കേട്ടോ. മിസ്റ്റർ ജോലിയറ്റ് സ്റ്റാൻഡിങ് എറക്റ്റ് ഓൺ ദ എഡ്ജ് ഓഫ് ദ ബാസ്ക്കറ്റ്. അങ്ങനെ മിസ്റ്റർ ജോലിയറ്റ് ഉണ്ട് അവിടെ. എവിടെയാണ് നിൽക്കുന്നത്? ജോലിയറ്റ് കുട്ടയുടെ അറ്റത്ത് തന്നെ നിന്ന്, അറ്റത്താണ് നിൽക്കുന്നത്. എറക്റ്റ് മീൻസ് അറ്റത്ത് നിൽക്കുകയാണ് കേട്ടോ, എഡ്ജിലായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ്
ബഗ്സ് ദ ലേഡീസ്, എന്നിട്ട് സ്ത്രീകളോട് യാചിക്കുകയാണ് ഇൻ എ വെരി ഗാലൻ്റ് ആൻഡ് ടേംസ്, വളരെ മാന്യമായ രീതിയിലാണ് അദ്ദേഹം സ്ത്രീകളോട് കുറച്ച് അകലത്തേക്ക് മാറി നിൽക്കാൻ വേണ്ടി പറയുന്നത്. സ്റ്റാൻഡ് എസൈഡ് എ ലിറ്റിൽ ഫോർ ദ അഫ്രൈഡ് ഹി മൈറ്റ് ത്രോ സാൻഡ് ഓൺ ദി ദെയർ ഹാഡ് സീസ് റൈസിങ്. അഥവാ ഈ ബലൂൺ എങ്ങാനും ഉയരുന്ന സമയത്ത് ആ ബലൂൺ ഉയരുമ്പോൾ താഴെയുള്ള പൊടിപടലങ്ങൾ അവരുടെ മേലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സ്ത്രീകളോട് കുറച്ച് മാറി നിൽക്കാൻ വേണ്ടി പറയുന്നത്. ദെൻ ഹി കമൻസ്, എന്നിട്ട് അദ്ദേഹം ആജ്ഞാപിക്കുകയാണ് ലെറ്റ് ഇറ്റ് ലൂസ്, എന്തായാലും അത് ലൂസാക്കിക്കൊള്ളാൻ വേണ്ടി പറയണം, അതിനെ അയാൾ അനുവദിക്കൂ, എന്തായാലും പിന്നെ അത് ലൂസാക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ കയറ്. ആൻഡ് കട്ടിങ് വിത്ത് വൺ സ്ട്രോക്ക് ഓഫ് ഹിസ് നെറ്റ് ഡ്രോഫ്, അങ്ങനെ കയറ് മരത്തുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന കയർ അയാൾ കട്ട് ചെയ്തു. ബലൂൺ ദ ഗ്രൗണ്ട്, ഇപ്പോൾ ബലൂണിൻ്റെ ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്തിട്ടുള്ള ആ കയറ് പൊട്ടിച്ച് കളഞ്ഞു. ഹി ഗിവ്സ് ലേഹോള ഇറ്റ്സ് ലിബേർട്ടി, ഇപ്പോൾ ലേഹോളയ്ക്ക് അതിൻ്റെ ഫ്രീഡം കിട്ടി. എന്താ ലിബേർട്ടി എന്ന് പറഞ്ഞാൽ ഫ്രീഡമാണ്. ഫ്രീഡവും ലിബേർട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ലിബേർട്ടി എന്ന് പറയുന്നത് ശരിക്കും ഫുൾ ഫ്രീഡമാണ്, വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻസ്. പക്ഷികളൊക്കെ പറക്കില്ലേ, അവർക്ക് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. പക്ഷേ നമ്മൾ റോട്ടിലൂടെ വണ്ടി ഓടിക്കുകയാണെന്നില്ല, വി ഹാവ് ഫ്രീഡം. അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, മനസ്സിലായോ? കാരണം ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓടിക്കാൻ പാടുള്ളൂ, റൈറ്റ് സൈഡിൽ കൂടെ ഓടിക്കാൻ പാടില്ല, അതുപോലെ ഏത് ഭാഗത്ത് എവിടെയൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ട്രാഫിക് റൂൾസ് നമ്മൾ പാലിക്കണം എന്നുള്ള കുറേ റൂൾസും റെഗുലേഷൻസും ഇതിലുണ്ടായിരിക്കും, ഫ്രീഡത്തിലുണ്ടാവും. പക്ഷേ ലിബേർട്ടി ആകുമ്പോൾ ദർ ഇസ് നോ റൂൾസ് ആൻഡ് റെഗുലേഷൻ, പക്ഷിയെ പോലെ പറക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ലേഹോളിലൊക്കെ അതിൻ്റെ ലിബേർട്ടി കിട്ടിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇൻ 1 സെക്കൻഡ്, അങ്ങനെ ഒറ്റ സെക്കൻഡിനുള്ളിൽ വി ഫ്ലൈ സ്കൈ വേർഡ്, ഞങ്ങൾ ആകാശത്തേക്ക് പറന്നു. നത്തിങ് ക്യാൻ ബി ഹേർഡ്, ഇപ്പോൾ ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. വി ഫ്ലോട്ട്, ഞങ്ങൾ ഒഴുകുകയാണ്, ഒരു ആർമാദത്തിലാണ് അവർ. വി റൈസ്, ഞങ്ങൾ പൊങ്ങുന്നു. വി ഫ്ലൈ, പറക്കുന്നു. വി ഗ്ലൈഡ്, ഞങ്ങളങ്ങനെ മൂവ് ചെയ്യുന്നു. അവർ ഫ്രണ്ട്സ് ഷൗട്ട് വിത്ത് ഗ്ലീ ആൻഡ് അപ്ലോഡ്, ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, അവർ ഒച്ച വയ്ക്കുന്നൊക്കെ ഉണ്ട്. ബട്ട് വി ഹാർഡ്ലി ഹിയർ ദം, പക്ഷെ അതൊന്നും ഞങ്ങൾ കേൾക്കുന്നില്ല. അവർ താഴെ നിന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്, അതൊന്നും ഞങ്ങൾ കേൾക്കുന്നില്ല. എന്താ, വി ആർ ഓൾറെഡി സോ ഫോർ, അത്രയ്ക്ക് ഉയരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സോ ഹൈ, വാട്ട് ആർ വി റിയലി ലീവിങ് ദോസ് പീപ്പിൾ ഡൗൺ ദർ, എന്താ ചോദിക്കുക, ശരിക്കും ഞങ്ങൾ ഈ ആൾക്കാരെ ഇവിടെ വിട്ടിട്ട് പോവുകയാണോ? ഈസ് ഇറ്റ് പോസിബിൾ, ഇത് ശരിക്കും നടക്കുന്ന കാര്യമാണോ? പാരീസ് സ്പ്രെഡ്സ് അവർ ബെനീത്തസ്, ഇപ്പോൾ പാരീസ് ഞങ്ങളുടെ താഴെ ഇങ്ങനെ കിടക്കുകയാണ്. ഈ ഡാർക്ക് ബ്ലൂയിഷ് പാച്ച്, നല്ല ഇരുണ്ട നീല കളറിലായിട്ട് കട്ട് ബൈ സ്ട്രീറ്റ്, അതിൻ്റെ തെരുവുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട്. ആൻഡ് ഫ്രം ഇച്ച് റൈസ്, ചില ഭാഗങ്ങൾ ഉയർന്ന് കാണുന്നുണ്ട്. ഹിയർ ആൻഡ് ദർ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡോംസ്, ടവറുകൾ, ഡോംസിന് കൂടാരങ്ങൾ, അതുപോലെ സ്റ്റീപ്ലെസ് ആയിട്ടുള്ള കുറേ ചെരിഞ്ഞ കുറേ സംഭവങ്ങൾ. ആൻഡ് അറൗണ്ട് ദ പ്ലെയിൻ ആയിട്ടുള്ള സമതലങ്ങൾ. ആൻഡ് കൺട്രി ട്രാവേഴ്സ്ഡ് ബൈ ലോങ് റോഡ്, വിണ്ട് കീറിയിട്ടുള്ള റോഡുകൾ. ആൻഡ് തിൻ ആൻഡ് വൈറ്റ് എമിഡ്സ് ദ ഗ്രീൻ ഫീൽഡ്, ചെറിയ ഭാഗങ്ങളിൽ വൈറ്റ് ആയിട്ടുള്ള ഫീൽഡ്, പിന്നെ പച്ചപ്പാടങ്ങൾ. ആൻഡ് ടെൻഡർ ഡാർക്ക്, നീളം നിറത്തിലുള്ള പുല്ലുകളും അതുപോലെ തന്നെ ഡാർക്ക് പച്ച നിറത്തിലുള്ള പുല്ലുകളും. ആൻഡ് വുഡ്സ് ഓൾമോസ്റ്റ് ബ്ലാക്ക്, അങ്ങനെ കാട് എല്ലാം ഏകദേശം ഒരു ബ്ലാക്ക് കളറിലാണ് ഞങ്ങൾക്ക് മേലെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ദ സൺ വിച്ച് വി കുഡ് നോ ലോങ്ങർ സീ ഡൗൺ ബിലോ, പക്ഷേ സൂര്യൻ ഇപ്പോൾ ഞങ്ങൾക്ക് താഴെയാണ്. എന്ന് വെച്ചാൽ അവരതിനേക്കാൾ ഉയരത്തെത്തിക്കഴിഞ്ഞു നടത്തും. കാരണം സൂര്യൻ അസ്തമിക്കാറായ സമയത്താണല്ലോ, അപ്പോൾ ഒരുപാട് ഡൗണിലായിരിക്കും സൂര്യൻ ഉണ്ടാവുക. അപ്പോൾ ഇവർ കുറച്ച് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. നൗ റിയപ്പീസ്, ഇടയ്ക്കിടയ്ക്ക് സൂര്യനെ കാണുന്നു, ചിലപ്പം കാണാതിരിക്കുന്നു. ഇൻഫാക്ട് വി ക്യാൻ സീ വെദർ വി ആർ റൈസിങ്, എന്തായാലും ഞങ്ങളൊരു സത്യം മനസ്സിലാക്കി, ഞങ്ങൾ പൊങ്ങുകയാണോ അതോ താഴുകയാണോ എന്നറിയണം. അപ്പോൾ അതിനുവേണ്ടി ബൈ ത്രോയിങ് എ സിഗരറ്റ് പേപ്പർ ഔട്ട് ഓഫ് ദ ബാസ്ക്കറ്റ്, ഞങ്ങളെ കൊട്ടയിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സിഗരറ്റ് പേപ്പേഴ്സ് താഴത്തേക്ക് ഇടുന്നുണ്ട്. നൗ ആൻഡ് ഇതിന് ഇടയ്ക്കിടയ്ക്കായിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഇഫ് ദിസ് പേപ്പർ അപ്പിയേഴ്സ് ടു ഫാൾ ഡൗൺ, അപ്പോൾ ഈ പേപ്പർ നേരെ താഴത്തേക്ക് വീഴുകയാണെങ്കിൽ, ഏതുപോലെ കല്ല് പോലെ വീഴുകയാണെങ്കിൽ ദ ബലൂൺ ഈസ് റൈസിങ്, ബലൂൺ പൊങ്ങുകയാണെന്ന് മനസ്സിലാക്കാം. നേരെ മറിച്ച് ഇഫ് അറ്റ് അപ്പിയേഴ്സ് ഷൂട്ട് സ്കൈ വേർഡ്, ആകാശത്തിലൂടെ ഇങ്ങനെ പറന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ബലൂൺ ഈസ് ഡിസെൻഡിങ്, ബലൂൺ എന്താണ്, താവുകയാണെന്ന് മനസ്സിലാക്കാം. കാരണം ബലൂണിനും പേപ്പറിൻ്റെ വെയിറ്റിനനുസരിച്ചാണ്. നിങ്ങൾ ന്യൂട്ടൻ്റെ 3ാം ചലന നിയമമൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ബലൂൺ പൊങ്ങിക്കഴിയുമ്പം ഇതെന്ത് ചെയ്യുന്നുണ്ട്, പേപ്പർ കഷ്ണങ്ങൾ നേരെ താഴത്തേക്ക് വിടും. നേരെ മറിച്ച് പേപ്പർ മേലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ബലൂൺ എന്ത് ചെയ്യാണ്, താഴുകയാണെന്നുള്ളത് മനസ്സിലാക്കുക. ടു ബാരോമീറ്റേഴ്സ് മാർക്ക് അബൌട്ട്, അപ്പോഴേക്കും ബാരോമീറ്റേഴ്സ് ഞങ്ങൾ അവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. എത്ര മീറ്റേഴ്സ് ആയി അവർ, 500 മീറ്റർ അകലത്തിലായി, അവർ ഹൈറ്റിലായി, 500 കേട്ടോ. ആൻഡ് വി ഗേസ് വിത്ത് എന്തൂസിയാസ്റ്റിക് അഡ്മിറേഷൻ, ഞങ്ങൾ വളരെയധികം ആവേശകരമായ ഒരു ആദരവോട് കൂടിയാണ് ഭൂമിയെ ഇപ്പോൾ കാണുന്നത്. വി ആർ ലിവിങ് ആൻഡ് വിച്ച് ആർ നോട്ട് അറ്റാച്ച്ഡ് ഇൻ എനി വേ, ഞങ്ങൾ യാതൊരു ബന്ധത്തിൽ എവിടെയും അറ്റാച്ച്ഡ് അല്ല, ഞങ്ങൾ ഫുൾ ഫ്രീ ആണ്. ഇറ്റ് ലുക്സ് ലൈക്ക് എ കളേർഡ് മാപ്പ്, ഇപ്പോൾ ഭൂമിയെ ഞങ്ങൾക്ക് തോന്നുന്നത് എങ്ങനെയാണ്, ഒരു കളർഫുൾ മാപ്പ് പോലെയാണ് തോന്നുന്നത്. ഇവിടെ ഇനീഷ്യൽ എം ബിഫോർ, ഇവിടെ മിസ്റ്റർ എറ്ററിൻ എന്നൊക്കെ പറഞ്ഞ ഈ സംഭവം ഉണ്ടല്ലോ, ഈ ആ എമ്മിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. എം ബിഫോർ ദ നെയിം സ്റ്റാൻഡ്സ് ഫോർ മോൺസ്റ്റിയർ, അതായത് ഫ്രഞ്ച്
കേഡ്സിൽ ഫ്രഞ്ച് ആൾക്കാരുടെ പേരിന് ബഹുമാന സൂചകം അല്ലെങ്കിൽ ആദരവോട് കൂടി കൊടുക്കുന്ന ഈ വേർഡാണ് മോൺസ്റ്റർ എന്നുള്ളത്. ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, ഇംഗ്ലീഷ് വേർഡ് മിസ്റ്റർ എന്നുള്ളത്. MR എന്നുള്ള ഷോർട്ട് ഫോം കണ്ടോ, അതിൻ്റെ ഒറിജിനൽ വേർഡ് ഏതാണ്, ഫ്രഞ്ചാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് വേർഡ്സ് കംപ്ലീറ്റ് ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കടമെടുത്തതാണ്. ആൻഡ് ഇമ്മെൻസ് പ്ലാൻസ് ഓഫ് ദ കൺട്രി. അപ്പോൾ ഒരുപാട് വിശാലമായിട്ടുള്ള പ്ലാനുകളോടുകൂടിയ രാജ്യത്തിൻ്റെ ഒരു കളർഫുൾ മാപ്പാണ് ഇപ്പോൾ ഇവർക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അവർക്ക് എന്തൊക്കെ സൗണ്ടാണ് കേൾക്കാൻ പറ്റുന്നത്, ഓൾ ഇറ്റ്സ് നോയ്സസ് ഹവ് റൈസ് ടു അവർ ഇയേഴ്സ്. എല്ലാ നോയ്സും ഞങ്ങളുടെ ചെവിയിലേക്ക് വരുന്നുണ്ട്. വെരി ഡിസ്റ്റിങ്ക്റ്റ്ലി, വളരെ ക്ലിയർ ആയിട്ടാണ് വരുന്നത്. ഈസിലി റെക്കഗ്നൈസബിൾ, ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. വി ഹിയർ ദ സൗണ്ട് ഓഫ് ദ വീൽ റോളിംഗ് ദ സ്ട്രീറ്റ്. എന്തൊക്കെ സൗണ്ട്സാണ് കേൾക്കുന്നത്, ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. എന്തൊക്കെ സൗണ്ട്സാണ് അവർക്ക് കേൾക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. ഓൾ ദി സ്ട്രീറ്റ്സ്, സ്നാപ്സ് ഓഫ് എന്തൊക്കെ വീല്, വണ്ടികളുടെ വീലിൻ്റെ സൗണ്ട്, പിന്നെ സ്നാപ്പ് ഓഫ് വിപ്പ് എന്ന് പറഞ്ഞാൽ ചാട്ടവാറിൻ്റെ അടിയുടെ സൗണ്ട്. അപ്പോൾ ഏത് വണ്ടിയായിരിക്കും അതിലൂടെ ഉണ്ടാവുക, കുതിരവണ്ടിയുടെ വീലിൻ്റെ സൗണ്ട് എത്ര ദൂരത്ത് നിന്ന് കേൾക്കുകയുള്ളൂ കേട്ടോ. ക്രൈസ് ഓഫ് ഡ്രൈവേഴ്സ്, അതിൻ്റെ ഡ്രൈവർമാരാണ് ഇങ്ങനെ അലറി വിളിച്ച് ഓടുന്നത് അല്ലേ. ദ റോളിംഗ് ആൻഡ് വിസിലിംഗ് ഓഫ് ദ ട്രെയിൻ, അതുപോലെ ട്രെയിനിൻ്റെ ഉരുളുന്ന സൗണ്ടും വിസിലിൻ്റെ സൗണ്ടും. ലോഫർ ഓഫ് സ്മോൾ ബോയ്സ് റണ്ണിങ് ആഫ്റ്റർ വൺ ദർ, കുട്ടികൾ ചിരിക്കുന്നതിൻ്റെ സൗണ്ട്. എവറി ടൈം വി പാസ് ഓവർ വില്ലേജ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളൊരു വില്ലേജിലൂടെയാണ് പോകുന്നത് കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ. ദ നോയ്സ് ഓഫ് ദ ചിൽഡ്രൻ വോയിസസ് ഹേർഡ് അബവ് ദ റെസ്റ്റ് ആൻഡ് വിത്ത് ദ ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റിങ്നെസ്. ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാ സൗണ്ടും വളരെ ക്ലിയർഫുള്ളായിട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ദ വ്യൂ ഈസ് സൂപ്പർബ്. ഇപ്പോൾ എന്തായാലും സൂപ്പർബായിട്ടുള്ള കാഴ്ചകളാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് ഡാർക്ക് ഓൺ എർത്ത്. ഭൂമി ഇപ്പോൾ വളരെയധികം ഇരുട്ടാണ്. ബട്ട് വി ആർ സ്റ്റിൽ ഇൻ ദ ലൈറ്റ്. ഞങ്ങളിപ്പോഴും വെളിച്ചത്തിലാണ്. അവരിപ്പോഴും ചന്ദ്രൻ്റെ കൂടെയാണ്. നൗ ഇറ്റ് ഈസ് പാസ്റ്റ് 10 o'clock. ഇപ്പോൾ സമയം എത്രയായിരുന്നു, 10 മണി കഴിഞ്ഞു. നൗ വി ആർ ബിഗിൻ ടു ഹിയർ ദ സ്ലൈറ്റ് കൺട്രി നോയ്സ്. ഇപ്പോൾ ഞങ്ങൾക്ക് നേരിയ രീതിയിലുള്ള കൺട്രി നോയ്സേ കേൾക്കാൻ പറ്റും, വില്ലേജ് സൗണ്ടുകളെ കേൾക്കാൻ പറ്റുന്നുള്ളൂ. ഏതൊക്കെയാണ്, ഡബിൾ ക്രൈ ഓഫ് കുയിൽ, കുയിലിൻ്റെ ഒരു പ്രത്യേക കരച്ചിൽ. ദെൻ ദ മ്യൂവിങ് ഓഫ് കാറ്റ്, പൂച്ചകളുടെ മ്യൂ സൗണ്ട്. ബാർക്കിംഗ് ഡോഗ്, ഡോഗ് കരയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് നേരിയ രീതിയിൽ. ഷുവർലി ദ ഡോഗ്സ് ഹാവ് സെൻഡ് ദ ബലൂൺ. തീർച്ചയായിട്ടും ആ ഡോഗ് ഞങ്ങളുടെ ബലൂണിനെ മണക്കുന്നുണ്ടാവാം. ദ ഹാവ് സീൻ ഇറ്റ്, അത് കണ്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഹാവ് ഗിവൺ ദ അലാംസ്, ഇത് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അലാം ആർക്ക്, വി ക്യാൻ ഹിയർ ദ ബലൂൺ ദ ബാർക്കിംഗ് ഓൾ ഓവർ ദ പ്ലെയിൻ. ഇപ്പോൾ ഞങ്ങളെ പിന്നാലെ നടന്നിട്ട് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക, എന്തോ ഒരു വിചിത്ര ജീവി ആകാശത്തിലൂടെ പറക്കുന്നുണ്ടെന്ന് അറിയിപ്പ് കൊടുക്കുകയായിരിക്കാം. മേക്കും ദ ഐഡൻറ്റിക്കൽ നോയ്സസ് ദേ ക്യാൻ വൈ ബെയിങ് ദ മൂൺ. പിന്നെ കൂടാതെ തന്നെ ചന്ദ്രനെ പോലെ തന്നെ വേറൊരു സംഭവം ഭൂമിയിൽ ആകാശത്തിലൂടെ പറക്കുന്നുള്ള മുന്നറിയിപ്പ് അത് കണ്ടപ്പോഴായിരിക്കാം അവർക്ക് സംശയം തോന്നിയിട്ടുണ്ടാവുക നായ്ക്കുന്നു. ദ കൗസ് ആൾസോ സീം ടു വേക്ക് അപ്പ് ഇൻ ദ ബാൺസ്. കൂടാതെ മൃഗങ്ങൾ വരെ തൊഴുത്തിൽ ഉണർന്ന പോലെയാണ് തോന്നുന്നത്. ഫോർ വി ക്യാൻ, കാരണം എന്താ, വി ക്യാൻ ഹിയർ ദ ലവിങ്, അത് അമറുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. ഓൾ ദ ബീസ്റ്റ് ആർ സ്കെയർഡ്, കാരണം എല്ലാ മൃഗങ്ങളും ആകെ പേടിച്ചിട്ടുണ്ട്. ആൻഡ് മൂവ്ഡ് ബിഫോർ ദ ഏരിയൽ മോൺസ്റ്റർ ദാറ്റ് ഈസ് പാസിങ്. അവരുടെ മുകളിലൂടെ പോകുന്ന ഈ ഭീമാകാരമായിട്ടുള്ള ഏരിയൽ മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും എയറിലൂടെ പോകുന്ന ഒരു ഭീകരമായിട്ടുള്ള ജീവി, അതിനെ കണ്ടിട്ട് എല്ലാവരും പേടിച്ചു എന്ന് തന്നെയാണ് തോന്നുന്നത്. നത്തിങ് ഈസ് മോർ അമ്യൂസ് ദ ഡെലീഷ്യസ് ഓഡേഴ്സ് ഓഫ് ദ സോയിൽ റൈസ് ടുവാർഡ്സ് us. അപ്പോഴേക്കും മണ്ണിൻ്റെ വളരെ സുഗന്ധം ഞങ്ങളിലേക്ക് വരാൻ, ഡെലീഷ്യസ് ആയിട്ടുള്ള സുഗന്ധം ഞങ്ങളിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ റൈസ് ടുവാർഡ്സ് us ദ സ്മെൽ ഓഫ് ഹേ, വൈക്കോലിൻ്റെ സ്മെല്ല്, ഫ്ലവേഴ്സിൻ്റെ സ്മെല്ല്, മോയിസ്റ്റ്, അതുപോലെ ഈർപ്പമുള്ള മണ്ണിൻ്റെ വാർഡൻ്റെ അടുത്ത് തന്നെ പെർഫ്യൂം ദ വയർ. ശരിക്കും ഭൂമിയിലുള്ള എല്ലാ സുഗന്ധങ്ങളും ഞങ്ങളിലേക്ക് എത്താൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ടൈംസ് വി റൈസ് ആൻഡ് ദെൻ ഡീസെൻഡ്. ചില സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ സമയം തന്നെ ഞങ്ങൾ ഉണരുന്നുണ്ട്, അതുപോലെ ഉയരുന്നുണ്ട്, അതുപോലെ തന്നെ താഴുന്നുണ്ട്. ചില സമയങ്ങൾ ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി. ലെഫ്റ്റനൻ്റ് മാലറ്റ് സസ്പെൻഡ് ഓഫ് ദി കോബൂബ് ഓഫ് നെറ്റിംഗ് സേസ്. ലെഫ്റ്റനൻ്റ് മാലറ്റ് ആ കോബൂബിലൂടെ പുറത്തേക്ക് തലയിട്ടുകൊണ്ട് പറയാണ്, വി ആർ ഡീസെൻഡിങ്, നമ്മളെന്തായാലും താഴെ തന്നെയാണ് ചെയ്യുന്നത്. ത്രോ ഡൗൺ ഹാഫ് ഹാൻഡ്ഫുൾ, നമ്മുടെ കൈ നിറച്ച് ഒരു പിടി മണ്ണ് നമുക്ക് പുറത്തേക്ക് വാരിയിട്ട് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ദെൻ ക്യാപ്റ്റൻ യു സ്റ്റോക്ക് ടേക്കിംഗ് ആൻഡ് ലോഫിംഗ് വിത്ത് us. ക്യാപ്റ്റൻ ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അദ്ദേഹം ഞങ്ങൾ വളരെയധികം ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിത്ത് എ ബാഗ് ഓഫ് ബാളസ്റ്റ് ബിറ്റ്വീൻ ഹിസ് ലെഗ്. അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഇടയിലാണെങ്കിൽ ഒരു സഞ്ചി നിറയെ മണ്ണും കല്ലും ഒക്കെ നിറച്ചിരിക്കുകയാണ്. ടേക്ക് എ ഹാൻഡ് ഫുൾ സാൻഡ് ഔട്ട് ഓഫ് ദി ബാഗ് ആൻഡ് ത്രോ ഇറ്റ്സ് ഓവർ ബോർഡ്. എന്നിട്ട് ഞങ്ങൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞു.
നത്തിങ് ഈസ് മോർ അമ്യൂസിങ്, മോർ ഡെലിക്കേറ്റ്, മോർ ഇൻട്രസ്റ്റിംഗ്. എന്താണ് പറയുന്നത്? ഒരു ബലൂൺ യാത്രയ്ക്ക് നിയന്ത്രിക്കുന്നതിലും വലിയ ഒരു രസമോ പ്രയാസമോ മറ്റൊന്നിനും കാണില്ല. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് ബലൂൺ യാത്ര എന്ന് പറയുന്നത്. ദിസ് മാനോവറിങ് നിയന്ത്രിക്കേണ്ട. ഇറ്റ് മീൻസ് എനോമസ് ടോയ്, ഒരു വലിയ കളിപ്പാട്ടമാണ്. ഫ്രീ ആൻഡ് ഡോസൈൽ, വളരെ ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നത്. വൈൽ ഒബേസ് വിത്ത് സർപ്രൈസിങ് സെൻസിറ്റീവ്നെസ്, പക്ഷേ അത് അനുസരിക്കുന്ന എന്തിനെ മാത്രമേ ഉള്ളൂ? വലുതും അനുസരണയുള്ളതും. അത് കാറ്റിൻ്റെ അടിമയാണെന്നാണ് പറയുന്നത്. സെൻസിറ്റീവ്നെസ് ബട്ട് ഇറ്റ് ഓൾസോ ബിഫോർ ഓൾ ദി സ്ലേവ്സ് ഓഫ് വിൻഡ്. കാറ്റിൻ്റെ അടിമയാണ്, വിച്ച് വി കനോട്ട് കൺട്രോൾ. അതുകൊണ്ട് തന്നെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എ പിഞ്ച് ഓഫ് സാൻഡ്, ഒരു നുള്ള് മണ്ണ്. അതുപോലെ തന്നെ ഹാഫ് ഷീറ്റ് ഓഫ് പേപ്പർ, ഒരു അര ഷീറ്റ് പേപ്പർ. 1 or 2 drops ഓഫ്, 2-1 തുള്ളി വെള്ളം. ബോൺസ് ഓഫ് ചിക്കൻ, അതുപോലെ ചിക്കൻ്റെ എല്ല്. ഇതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച സാധനം ചിക്കൻ്റെ എല്ലൊക്കെ ത്രോൺ ഓവർ ബോർഡ്, ഞങ്ങൾ പുറത്തേക്ക് എറിയാൻ തുടങ്ങി. മെയ്ക്ക് ഇറ്റ് ഗോ അപ്പ് ക്വിക്കലി, അത് വളരെ പെട്ടെന്ന് തന്നെ അതിവേഗം ഉയരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇട്ട് തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ഇത്രയും മതി, ബാക്കി നോക്കാം.